എല്ലാം മുറിക്കാൻ പണിയെടുക്കുകയും വേണം എന്നാൽ കഴിക്കാൻ ഭക്ഷണവും ഇല്ല. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. ബിന്നിയും ഷാനവാസും തമ്മിൽ പൊരിഞ്ഞടിയാണ്. എന്തിന്റെ പേരിലാണ്? ഫുഡിന്റെ പേര്. രണ്ടുപേരും കിച്ചൺ ടീമിലാണ്. കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ ബിന്നിയും. രണ്ടാളും തമ്മിൽ പൊരിഞ്ഞടിയാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മോർണിംഗ് ആക്ടിവിറ്റിക്ക് ശേഷം ഷാനവാസ് നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിരുന്നു. 40 ചപ്പാത്തിക്കുള്ളത് ഷാനവാസ് കുഴച്ച് കൊടുത്തിട്ടാണ് പോയത്. 40 ഉണ്ട ഉണ്ടാക്കി ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. 40 ചപ്പാത്തിക്കുള്ളത് ഉണ്ട കുഴച്ച് വെച്ചിട്ടാണ് ഷാനവാസ് പോയത്. കുളിച്ച് ടാസ്ക് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചപ്പാത്തി ഇല്ല, 2 എണ്ണേ ഉള്ളൂ. എല്ലാവരും 2 എണ്ണം വീതമാണ് എടുക്കുന്നത്, 2 ചപ്പാത്തിയും കറിയും. എന്നാൽ കിച്ചൺ ടീമിന് മാത്രം പ്രത്യേകം ചപ്പാത്തിയും കറിയൊക്കെ കൊടുക്കുന്നതായിട്ട് കിച്ചൺ ടീമിലെ ക്യാപ്റ്റൻ അങ്ങോട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ ചപ്പാത്തി എവിടെയാണ് ക്യാപ്റ്റനോട് ഷാനവാസ് ചോദിച്ചു. അപ്പോൾ ക്യാപ്റ്റൻ ബിന്നിയാണ്. ബിന്നി പറയുന്നത് നേരത്തെ വരണമായിരുന്നു, അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ വന്നാൽ ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങളോട് ആര് പറഞ്ഞു കുളിക്കാൻ പോവാൻ? ഷാനവാസ് ഇതെല്ലാം കുഴച്ച് വെച്ച് ഇവിടെ ഏൽപ്പിച്ച് പരത്തിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ കുളിക്കാനായിട്ട് പോയി. കുളിച്ച് വന്നപ്പോഴേക്കും ഇതാ മോർണിംഗ് ആക്ടിവിറ്റി വന്നു. മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭക്ഷണമൊക്കെ തീർന്നു. അത് ബിന്നി മാറ്റി വെച്ച ഭക്ഷണമാണ് ഉള്ളത്. പറഞ്ഞ് എന്താ പറയുക, വീട്ടുകാരെ വിളിക്കുന്ന രീതിയിലേക്ക് എത്തിയ കാര്യങ്ങൾ. അങ്ങനെ ഷാനവാസ് നേരെ പോയിട്ട് ബിന്നി അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. നേരെ പോയി ഡൈനിങ് ഏരിയയിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബിന്നി ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ബിന്നി പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ ഭാര്യ കാത്തു വെച്ചിരിക്കുന്ന പോലെ ഇവിടെ വെച്ചിരിക്കാനൊന്നും പറ്റില്ലെന്ന്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എന്തിനാ എൻ്റെ വീട്ടുകാരെ വിളിച്ചിരുന്നേ? എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളെയും വിളിച്ചിടേണ്ട ആവശ്യമില്ലാന്ന്. ഇതിൽ തുടക്കം തന്നെ ബിന്നിയാണ് ഭാര്യയെ വലിച്ചിടുന്നത്, അല്ലെങ്കിൽ വീട്ടുകാരെ വലിച്ചിടുന്നത്. ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട്, വീട്ടിലിരിക്കുന്ന നിന്റെ ചെക്കനെ ഞാൻ വിളിച്ച് പറയുന്നില്ല, അവനെ വിളിച്ച് ഞാൻ ഇതിനകത്ത് ഇടുന്നില്ലല്ലോ, പിന്നെ എന്തിനാ എൻ്റെ ഭാര്യയെയും എൻ്റെ പിള്ളേരെയും ഇതിനകത്തേക്ക് വലിച്ചിടുന്നതെന്ന്. അപ്പോൾ ബിന്നിക്ക് മനസ്സിലായി ബിന്നിയുടെ കയ്യിൽ നിന്ന് പോയിന്ന്. ബിന്നി പറയുന്നത്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങളുടെ ഭാര്യ ഇരിക്കുന്നത് പോലെ വെയിറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് പറ്റില്ലെന്നേ പറഞ്ഞുള്ളൂ എന്ന്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ എന്തിനാ ഞാനത്തേക്ക് വലിച്ചിടുന്നത്, എൻ്റെ ഭാര്യ വലിച്ചിടാൻ നീ ആരാണ് എന്നൊക്കെ ചോദിച്ച് വേറൊരു വിഷയത്തിലേക്കൊക്കെ ആ ഒരു ചാപ്റ്റർ പോകുന്നുണ്ട്. പണിയെടുക്കാത്തവർക്ക് ഇവിടെ ഭക്ഷണം ഇല്ലാന്ന്. എന്നാൽ ചപ്പാത്തി കുഴച്ചത് ആരാ? ചുടുക മാത്രമാണ് ബിന്നി ചെയ്തിരിക്കുന്നത്. കുഴയ്ക്കുന്ന അത്ര പാടൊന്നും ഈ പറയുന്ന ചപ്പാത്തി ചൂടാനായിട്ട് ഉണ്ടാവില്ല. ചപ്പാത്തി കുഴയ്ക്കാനായിട്ട് ഇവിടെ ആർക്കും പറ്റില്ല. ഇന്നലെ ലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് കുഴയ്ക്കാൻ പറ്റില്ല. ബിന്നി പറയും, എനിക്ക് കുഴയ്ക്കാൻ പറ്റില്ല. ആർക്കും കുഴയ്ക്കാൻ പറ്റില്ല. ഷാനവാസാണ് ഇത് കുഴയ്ക്കുന്നത്. കുഴച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ആൾ പോയത്. പോയി വന്നപ്പോൾ എന്താ ഭക്ഷണം ഇല്ല. ഷാനവാസ് ബിന്നിയുടെ ഹസ്ബൻഡിനെ വിളിച്ചിടുന്നുണ്ട്. പെങ്കോന്തനായ ഭർത്താവ് കേട്ടിരിക്കും, അല്ലാതെ ഞാൻ കേട്ടിരിക്കുമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ വിളിച്ചുള്ള കളിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഇടയിലാണ് ചില സത്യങ്ങളൊക്കെ പോരുന്നത്. 1.5 മുട്ട കഴിച്ചു ക്യാപ്റ്റൻ. കിച്ചൺ ക്യാപ്റ്റൻ എന്നുള്ളൊരു അധികാരത്തിൽ 1.5 മുട്ട എടുത്ത് കഴിച്ചിരിക്കുകയാണ് ബിന്നി. അപ്പോൾ ബിന്നി, നീ കഴിച്ചില്ലേ? വേറെ ആരെങ്കിലും ഇവിടെ കഴിച്ചിട്ടുണ്ടോ? നീ കഴിച്ചില്ലേ എന്നുള്ള അടുക്കളയിലെ രഹസ്യങ്ങളെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് ദാ ഷാനവാസ് പറയാണ്. അപ്പോൾ ബിന്നി പറയുന്നത്, ഞാൻ മാത്രമല്ല അനുമോളും കഴിച്ചിട്ടുണ്ട്, അനുമോളാണ് എല്ലാവർക്കും വീതിച്ച് കൊടുത്തതെന്ന്. അതൊക്കെ അങ്ങോട്ട് അനുമോളുടെ തലയിലേക്ക് ഇട്ട് ഇവരൊക്കെ ഇവരുടെ തലയിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ തലയിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് സേഫ് ആവാം. ഇപ്പം അനുമോളെ വലിച്ചിട്ടിട്ട് അനുമോളോട് പറയണം, അനുമോള് കാരണമാണ് 1.5 മുട്ടയൊക്കെ കഴിച്ച്, ഞാൻ മാത്രമല്ല അനുമോളും കഴിച്ചിട്ടുണ്ട് 1.5 മുട്ടാന്ന്. ഇതൊക്കെയാണ് അവർക്ക് കിച്ചൺ ടീമിൽ പോകാൻ ഇൻട്രസ്റ്റ്. കിച്ചൺ ടീമിലാകുമ്പോൾ കൂടുതൽ ഫുഡ് കിട്ടും, അതുകൊണ്ടായിരിക്കും. എന്നിട്ട് പറയും, ഞാനൊന്നും കഴിക്കുന്നില്ല, ഞാൻ കുറച്ചേ കഴിക്കുന്നുള്ളൂ, എനിക്ക് വേണ്ട, നിങ്ങൾ കഴിക്കുന്നതാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ കിച്ചൺ ടീമിലാണെങ്കിൽ നമുക്ക് ചപ്പാത്തി കൂടുതൽ കിട്ടും, കറി കൂടുതൽ കിട്ടും, മുട്ട 1.5 മുട്ടയൊക്കെ കിട്ടും. രഹസ്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് ഷാനവാസ്. ബിന്നിയുടെ കളി മാറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ബിന്നി പൊളിക്കുകയാണ്, ബിന്നിയുടെ കളി മാറ്റി, ബിന്നി കലക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബറും ആര്യനും ഇപ്പോൾ ബിന്നിയുടെ കുത്തിത്തിരിപ്പ് മാറ്റി, ബിന്നിയുടെ കുത്തിത്തിരിപ്പ് അപ്പുറത്തൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ അവരാണിപ്പോൾ കുത്തിത്തിരിപ്പ് ഇങ്ങനെ ഇവർ തമ്മിലുള്ള വഴക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഷാനവാസ് പറയുന്നുണ്ട്, എല്ല് മുറിയെ പണിയെടുത്തിട്ട് ഇവിടെ ഫുഡില്ലെന്ന്. എന്നാൽ താൻ എന്ത് പണിയാണ് എടുത്തിരിക്കുന്നത്? തന്നെക്കാൾ കൂടുതൽ പണി മറ്റുള്ളവരോട് എടുക്കുന്നുണ്ട്, താൻ ഒരു പണി എടുക്കുന്നില്ലെന്ന് ബിന്നിയും. രണ്ടുപേരും തമ്മിലുള്ള ചെറിയ ഗംഭീരമായിട്ട് പോകുന്നു. ബിന്നിക്കറിയാം നോമിനേഷനിൽ വന്നിട്ടുണ്ട്, ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ്. വോട്ടിങ്ങിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറി പിടിച്ചാലേ ഈ ആഴ്ച തനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന്. കുത്തിത്തിരിപ്പും പ്രശ്നമൊക്കെ ആണെങ്കിലും ഇപ്പോൾ കളിക്കുന്ന കണ്ടസ്റ്റൻസിൽ നമുക്ക് ബിന്നിയെ മാറ്റി നിർത്താൻ പറ്റില്ല. ബിന്നി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കളിക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു വരുന്നുണ്ട്. വോട്ടിങ്ങിലാണെങ്കിൽ ബിന്നിയാണ് ഏറ്റവും അവസാനം നിൽക്കുന്നത്. കളിക്കുന്നവർക്കല്ലേ നമ്മൾ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നിട്ട് ലാസ്റ്റ് അവർ പോയി കഴിഞ്ഞിട്ട് അയ്യോ ഇവരെല്ലായിരുന്നു പോവേണ്ടിയിരുന്നത് എന്ന് അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ബിന്നിക്ക് വളരെ വോട്ട് കുറവാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ആഴ്ച പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ബിന്നി ആയേക്കാം. 1-2 എവിക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ. ഇനി എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.